നസീസ് ആർക്കൈവ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഈദിന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള 3 കിലോ ബിരിയാണീൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ 2 സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട്. അതെന്താണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ബിരിയാണി സുഖമായിട്ട് വെക്കുകയും ചെയ്യാമല്ലോ. പിന്നെ അതേപോലെ തന്നെ 1 കിലോൻ്റെ 2 കിലോൻ്റെ ഒക്കെ ഞാൻ നല്ല അളവുകളോട് കൂടിയിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് സെർച്ച് ചെയ്താൽ മതി. ഇതാ വെല്ലുള്ളി നല്ലോണം നന്നാക്കിയതിന് ശേഷം തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നല്ലോണം 2-3 പ്രാവശ്യം വെള്ളത്തിലിട്ട് കഴുകണം കേട്ടോ. അപ്പോൾ അതിൽ നല്ലോണം അഴുക്കുണ്ടാവും നമ്മൾ തൊലി കളഞ്ഞാലും. പിന്നെ അതാ നമ്മുടെ ഈ ഒരു മിക്സി വന്നതിന് ശേഷം നല്ല ഈസിയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ഉള്ളി അരിയലൊക്കെ കഴിയും. എന്തോ ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ ബിരിയാണി ഉണ്ടാക്കിയെടുക്കൽ. ഈ ഉള്ളി അരിയലാണല്ലോ കുറച്ചൊരു ടാസ്ക്, കണ്ണെരിയലും മുറിച്ചെടുക്കലും അങ്ങനെ കൂടിയിട്ടിതാ ഇത് വന്നതിന് ശേഷം നല്ല എളുപ്പമാണ്. പെട്ടെന്ന് ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കൊരു 4-5 കിലോ ബിരിയാണിക്കുള്ള ഉള്ളി അരിഞ്ഞെടുക്കാം കേട്ടോ. 1 കിലോ ബിരിയാണിയിലേക്ക് 400 ഗ്രാം വലിയുള്ളിയാണ് കേട്ടോ എടുക്കാറുള്ളത്. പിന്നെ കുറച്ച് ചുവന്നുള്ളി, നല്ല ടേസ്റ്റാണ് ചുവന്നുള്ളി ചേർത്താൽ, അതും ചേർക്കാറുണ്ട്. അപ്പോൾ 100 ഗ്രാമാണ് 1 കിലോന് അളവ് ഞാൻ എടുക്കാറുള്ളത്. പിന്നെ ഇതാ മല്ലിയിലയും പുതിനയും കറിവേപ്പിൻ്റെയൊക്കെ ഒത്തിരി അധികം വാങ്ങിയിട്ടുണ്ട്. പെരുന്നാളിലേക്ക് കുറച്ച് ഓർഡർ ഉണ്ട് കേട്ടോ. അതിനെ കൂടി കണക്കാക്കിയിട്ടാണ്. ഇന്നിപ്പോൾ 3 കിലോ ആണ്. അതൊരു വീടിൻ്റെ വാർപ്പിന് വേണ്ടിയിട്ട് കൊണ്ടുപോകാനുള്ളതാണ്. ചെറിയ വാർപ്പാണ്. ഈ ബിരിയാണിയിലേക്ക് ഞാൻ ബിരിയാണി മസാല സെപ്പറേറ്റ് ആയിട്ട് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ അത് പെട്ടെന്ന് ഉണ്ടാക്കുന്നതിനോടാണ് അളവുകളൊന്നും പറയാത്തത്. ഇതിൽ പാകത്തിനുള്ള മല്ലിയും വലിയ ജീരകം, പിന്നെ അതേപോലെ ഗ്രാമ്പു, പട്ട എന്നിവ കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ഈ ജാതിക്ക ഒന്നാണ് കേട്ടോ എടുക്കുന്നത്. അത് തൊലി കളഞ്ഞ് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ചെറുതാക്കി ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് പുറത്ത് വെയിലത്ത് വെച്ച് ചൂടാക്കിയാൽ മതി. ഞാനിപ്പോൾ അത് ചെറുതായിട്ടൊന്ന് അടുപ്പത്ത് വെച്ച് ചൂടാക്കുന്നുണ്ട്. ഇത് തക്കോലം, സാജീരകം, ജാതിപത്രി ഒക്കെയാണ് കേട്ടോ അത് ചേർക്കുന്നത്. അതൊക്കെ ഞാൻ 10 ഗ്രാം ഈച്ചാണ് ചേർക്കുന്നത്. ഇപ്പോൾ കടയിൽ നിന്ന് വാങ്ങിയതിനെ കൊണ്ടാണ് കേട്ടോ പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ഏലക്കായ 10 ഗ്രാമാണ്. ഇതാ ഫസ്റ്റ് ക്വാളിറ്റി ഏലക്കാണ് കേട്ടോ. ഞാൻ വലിയങ്ങാടി പോയിട്ട് വാങ്ങിയിട്ടുള്ളതാണ്. ഫസ്റ്റ് ക്വാളിറ്റിക്ക് 300 രൂപയാണ് 100 ഗ്രാമിന് വരുന്നത്. കുറച്ച് ചെറിയ ജീരകം കൂടി ചേർത്തിട്ട് ചെറുതായി അടുപ്പത്ത് വെച്ച് ചൂടാക്കി എടുക്കുകയാണ്. ഇത് പുറത്ത് വെയിലത്ത് വെച്ച് ചൂടാക്കണതാണ് ഒന്നുകൂടി നല്ലത്. ഇത് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഗരം മസാല ഞാൻ വേറെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ ബിരിയാണിയിലൊക്കെ ദമ്മിടുന്ന സമയത്താണ് കേട്ടോ ഗരം മസാല ചേർക്കുന്നത്. ബിരിയാണി മസാല ഉണ്ടാകുമ്പോൾ ഗരം മസാല നമ്മൾ ഈ ബിരിയാണീൻ്റെ മസാലയിൽ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. പിന്നെ ഇതൊന്ന് നല്ലോണം ഒന്ന് ചൂടായതിന് ശേഷം പിന്നെ അതൊന്ന് ചൂടാറിയിട്ടാണ് ജാറിലിട്ട് പൊടിച്ചെടുക്കുന്നത്. 3 കിലോ ബ്രോയിലർ ചിക്കനാണ് ഞാനിതാ ഇവിടെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ 1 കിലോയിലേക്ക് 12 പീസാക്കിയിട്ടാണ് കട്ട് ചെയ്യാറുള്ളത്. പിന്നെ അത് മല്ലിയിലയും പുതിനയിലയും കറിവേപ്പിനയിലൊക്കെ നല്ലോണം വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം നല്ല വൃത്തിയാക്കിയിട്ട് 2-3 വട്ടം എങ്കിലും കഴുകിയെടുക്കണം കേട്ടോ. കണ്ടില്ല നല്ലോണം അഴുക്കുണ്ടായിൽ. ഇതെനിക്ക് എപ്പോഴും ഉപകാരമുള്ളൊരു സാധനമാണ് കേട്ടോ ന്യൂട്രിപ്രോൻ്റെ ഈ ഒരു ബ്ലെൻഡർ. അപ്പോൾ അതിലാണ് ഞാൻ ഗരം മസാലയും വലിയ ജീരകവും കുരുമുളകും ഒക്കെ പൊടിച്ചെടുക്കാറുള്ളത്. അപ്പോൾ അത് 2 വട്ടമായിട്ടാണ് കേട്ടോ പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ പെരുന്നാളിനൊക്കെ അത്യാവശ്യം നല്ല ഓർഡർ ഉണ്ട്. അതുകൊണ്ടാണ് കുറച്ചധികം പൊടിച്ചെടുക്കുന്നത്. ബിരിയാണിൻ്റെ മസാല റെഡിയാക്കാനായിട്ട് പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായതിലേക്ക് ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വലിയുള്ളി ചേർത്ത് കൊടുക്കുക. അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. നല്ലോണം വഴറ്റണം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ചിക്കൻ ബിരിയാണീൻ്റെ മസാലയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവുക. അതൊരു ഏകദേശം ഒന്ന് വാടി വന്നതിന് ശേഷമാണ് നമ്മൾ തക്കാളി ചെറുതാക്കി അരിഞ്ഞതും പിന്നെ കറിവേപ്പിനയിലും കൂടി ചേർക്കുന്നത്. ഇതിൽ കറക്റ്റ് അളവ് ഞാൻ പറയുന്നില്ല കേട്ടോ. 3 കിലോ ബിരിയാണീൻ്റെ ബിരിയാണിയാണ് വെക്കുന്നത്. പക്ഷേ ഞാൻ അളവുകൾ വെക്കുന്നില്ല. ഇത് ഏകദേശം ഒരു കൈയളവായിട്ടാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1 കിലോൻ്റെ അളവ് കറക്റ്റായിട്ട് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കണം കേട്ടോ. മൂടി വെച്ച് കൊടുക്കുമ്പോഴാണ് പെട്ടെന്ന് തന്നെ വാടി വരിക. പിന്നെ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത്, പിന്നെ ഞാൻ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞില്ല, അത് ഒന്ന് ബിരിയാണി മസാലയും പിന്നെ ഒന്ന് ചുവന്നുള്ളിയാണ് കേട്ടോ. 1 കിലോയിലേക്ക് 100 ഗ്രാം അളവിലാണ് ഞാൻ ചുവന്നുള്ളി എടുക്കാറുള്ളത്. പിന്നെ പാകത്തിനുള്ള പച്ചമുളക്, അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ് കേട്ടോ വേണ്ടത്. എങ്കിലാണ് ബിരിയാണിയിലേക്ക് ഒരു എരിവും ഉണ്ടാകുക. അതേപോലെ ചിക്കനിലെ എരിവൊക്കെ ഒന്ന് പിടിക്കുകയും വേണമല്ലോ, അതാണ് കേട്ടോ. അങ്ങനെ കുറച്ചധികം എരിവുള്ള പച്ചമുളക് ചേർക്കുന്നത് ശ്രദ്ധിച്ച് ചേർത്താൽ മതി. പിന്നെ ഉപ്പ് കുറവുള്ളതുകൊണ്ട് കുറച്ചും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ 1 കിലോയിലേക്ക് ഞാൻ 1 നാരങ്ങയാണ് കേട്ടോ മസാലയിലേക്ക് ചേർക്കാറുള്ളത്. അപ്പോൾ അതിലേക്ക് ഒരു 3 നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഇതിലുണ്ടാകുമ്പോൾ ഈ കുരു ഒന്നും അതിൽ കുടുങ്ങൂല കേട്ടോ. കുരു കുടുങ്ങിയാൽ ഭയങ്കര ഒരു കയ്പ്പാണ് ഈ മസാലയിലുണ്ടാവും. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് വാടി വന്നതിന് ശേഷം പൊടികൾ ചേർക്കുകയാണ്. വലിയ ജീരകം പൊടിച്ചത്, കുരുമുളക് പൊടിച്ചത്, മഞ്ഞൾപ്പൊടി, ബിരിയാണി മസാല, കുറച്ച് മല്ലിപ്പൊടി, ഇവയെല്ലാം ഇട്ടിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ ഒന്ന് ചെറുതാക്കി ഒന്ന് വഴറ്റിയെടുക്കണം. പിന്നെ അത് പാകത്തിനുള്ള തൈര് ചേർക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ഈ മസാലയൊക്കെ ഒന്ന് ഡ്രൈ ആയി വരികയാണ്, അല്ലെങ്കിൽ ഈ ചിക്കന് ഈ എന്താ പറയുക ഇതിൻ്റെ ഗ്രേവി ഒന്നും ഇറങ്ങി വരുന്നില്ല എങ്കിൽ കുറച്ച് വെള്ളം കൂടി ഈ ഒരു മസാലയിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. എങ്കിൽ തന്നെയുള്ളൂ ദമ്മിടുന്ന സമയത്ത് നല്ല പാകത്തിനുള്ള നല്ല രീതിയിൽ വരികയുള്ളൂ. അപ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. ഇതിൽ ചിക്കന് ഗ്രേവി വന്നിട്ടില്ലെങ്കിൽ
ഇനി ഇതാ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇടയ്ക്കിടയ്ക്കൊന്ന് മൂടി തുറന്ന് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കും. ഇപ്പോൾ ഞാനിതിൽ പിന്നെ മിക്സിയിൽ അരിയുന്നതിനെ കൊണ്ട് തന്നെ പെട്ടെന്ന് അടി പിടിക്കും കേട്ടോ. അത് ഉള്ളി പറയുമ്പോൾ ഭയങ്കര നൈസായിട്ടാണ് ഉണ്ടാകുക, അതുകൊണ്ടാണ് പെട്ടെന്ന് അടി പിടിക്കുന്നത്. ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ നിൽക്കണം. അതിൻ്റെ അടുത്തുനിന്ന് പോയാൽ നല്ലോണം അടി പിടിക്കും. എനിക്ക് 1-2 അനുഭവം ഉണ്ടായതുകൊണ്ടാണ് പറയുന്നത്. ഭയങ്കര നൈസായി ആയിട്ടാണ് നമ്മൾ ആ മിക്സിയിൽ അരിഞ്ഞ് വരിക. പിന്നെ ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടീൻ്റെ ആവശ്യമുള്ളതുകൊണ്ട് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് മഞ്ഞൾപ്പൊടി ആയാലും മസാല ഭയങ്കര മഞ്ഞായിക്കൊണ്ടിരിക്കും. പിന്നെ അതിലേക്ക് കുറച്ച് നല്ല നെയ്യും കൂടി ചേർക്കുന്നുണ്ട്. ഇതിൽ ഈ ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ ശരിക്കും ഏറ്റവും ടേസ്റ്റ് RKG ആണ് കേട്ടോ. അപ്പോൾ RKG ഞാൻ RKGനേക്കാൾ കൂടുതൽ മിൽമ നെയ്യാണ് കേട്ടോ അധികം വാങ്ങൽ. അപ്പോൾ അതാ കുറച്ച് പൈസൻ്റെ ഒരു വ്യത്യാസമുണ്ട്. RKGക്ക് നമ്മളിപ്പോൾ ഈ വാങ്ങുന്ന ഈ നെയ്യിനെക്കാട്ടും ഒരു സാധാരണ കടയിലാണെങ്കിൽ ഒരു 80 രൂപേൻ്റെ വ്യത്യാസം ഉണ്ടാവും 500 ഗ്രാമിന്. അപ്പോൾ ഇതിന് അത്ര ഇല്ല കേട്ടോ. ഞാൻ ഈ അരിയും നെയ്യൊക്കെ വലിയങ്ങാടി പോയിട്ടാണ് വാങ്ങിയത്. അതുകൊണ്ട് ചെറിയൊരു ലാഭമുണ്ട് കേട്ടോ നമ്മുടെ സാധാരണ ചില്ലറ കടയിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടും. പിന്നെ ഇതാ നല്ലോണം ഒന്ന് ആ മസാലയൊക്കെ ഒന്ന് നല്ലോണം ഇളക്കി ചിക്കനൊക്കെ ഒരു ഏകദേശം ഒന്ന് വെന്ത് വരുമ്പോൾ ഈ മല്ലിയിലയും പുതിനയും ചെറുതാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുകയാണ്. പുതിന കുറച്ചും മല്ലിയില കുറച്ച് കൂടുതലുമാണ് കേട്ടോ. പിന്നെ ഇതാ കണ്ടില്ല, അപ്പോൾ ഗ്രേവി കുറച്ചുള്ളതുകൊണ്ടാണ് ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കാത്തത്. വേണമെങ്കിൽ പിന്നെ വെച്ചാൽ അടി പിടിക്കൂല കേട്ടോ. നമ്മൾ ഇത്തിരി ഗ്രേവിയിൽ വെള്ളം പോലെ ഉണ്ടെങ്കിൽ അടി പിടിക്കൂല. പിന്നെ ഇതാ റൈസ് ഞാൻ സാധാരണ നെയ്ച്ചോറ് വെച്ചിട്ടാണ് കേട്ടോ ദമ്മിടൽ. അപ്പോൾ അതാ പാത്രം അടുപ്പത്ത് വെച്ചിട്ട് വലിയ പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഓയിലും കുറച്ച് നെയ്യും ഡാൽഡ ആണ് കേട്ടോ ചേർക്കുന്നത്. ഡാൽഡ കുറച്ച് വല്ലപ്പോഴൊക്കെ ചേർത്ത് വെച്ച് നമ്മൾ ഹെൽത്തിന് പ്രശ്നമൊന്നുമില്ല, വേണമെങ്കിൽ ചേർത്താൽ മതി. അങ്ങനെ ബിരിയാണിയിലേക്ക് ഈ ഡാൽഡ ചേർക്കുന്നത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ഒരു റെസിപ്പിയൊക്കെ കാണുന്ന പോലെ തന്നെയാണ് എനിക്ക് ബിരിയാണി ഓർഡർ ചെയ്യൽ. അതുകൊണ്ട് എനിക്കിപ്പോൾ പേടിക്കാനൊന്നുമില്ല, എല്ലാവർക്കും അറിയാം ഞാൻ എന്തൊക്കെയാണ് ഇതിൽ ചേർക്കുന്നതെന്ന്. പിന്നെ അതിലേക്ക് നമ്മൾ ഏലക്ക പട്ട ഗ്രാമ്പൊക്കെ ഇട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. 1 പാട്ട അരിക്ക് 2 പാട്ട വെള്ളം എന്ന കണക്കിലാണ് 1 കിലോന് 2 കിലോ വരെ വേവിക്കട്ടോ. അപ്പോൾ 2 കിലോൻ്റെ മേലോട്ട് 1.5 പാത്രം വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുക, ഡബിൾ വേണ്ട. പിന്നെ ഇതിലേക്ക് നാരങ്ങ നീരും പാകത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഞാൻ കുറച്ച് കാലമായിട്ട് ബിരിയാണി വെക്കൽ റോസ് ബ്രാൻഡിൻ്റെ കൈമാണ് കേട്ടോ. അപ്പോൾ അത് ആ ഒരു അരി ഇട്ട് വെക്കുമ്പോൾ എന്താ പറയുക, ഒരു ധൈര്യമാണ്. റൈസ് വേറെ ഒരു പ്രശ്നവും വരില്ലാന്ന്. വേറെ എന്ത് റൈസായാലും എനിക്ക് സമാധാനക്കേടാണ്, നമ്മൾ വെച്ച് കൊടുക്കുന്നതല്ലേ. അപ്പോൾ ഇത് അടിപൊളിയാണ്. അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ ഇതിന്. ഇപ്പോൾ ചെറിയ ചില്ലറക്കടയിൽ 200 രൂപയാണ് കേട്ടോ കിലോന്. ഞാൻ ഒരു ചാക്കായിട്ട് 30 കിലോൻ്റെ ചാക്കായിട്ട് ഇന്നലെ വലിയങ്ങാടി പോയിട്ട് വാങ്ങിയതാണ്. അത്യാവശ്യം ഓർഡർ ഉള്ളതിനോണ്ട് അങ്ങനെ വാങ്ങിയതാണ്. ചില്ലറ വാങ്ങുന്നതിനെക്കാട്ടും നല്ലത് ഓയിൽ ഒരു പെട്ടി എടുക്കുക, അരി ഒരു ചാക്ക് എടുക്കുക, അങ്ങനെയൊക്കെ തന്നെയാണ് കാറ്ററിംഗ് ഒക്കെ ചെയ്യുന്നവർ ചെയ്യൽ. പിന്നെ നേരത്തെ തന്നെ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള റൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം ഉപ്പ് നോക്കുക, അതിൻ്റെ ശേഷം കൂടി ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ക്യാരറ്റും ഒരു 5-6 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ റൈസിന് നല്ലൊരു ടേസ്റ്റാണ്, നല്ലൊരു എരിവൊക്കെ ഉണ്ടാവും, നല്ലൊരു ഇതുമാണ്. ഇപ്പോൾ ക്യാരറ്റ് വേണമെങ്കിൽ ചേർത്താൽ മതി, ഒരു ഭംഗിക്ക് ചേർക്കുന്നതാണ് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ കാറ്ററിങ്ങിൽ ചെയ്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇപ്പം ഞാൻ 1 കിലോ ബിരിയാണിക്ക് 825 കേട്ടോ വാങ്ങുന്നത്. അപ്പോൾ 800ഉം 825ഉം 850ഉം ഒക്കെ വാങ്ങാം. അപ്പോൾ നമ്മളെ സാധനത്തിൻ്റെ ഒക്കെ ഒരു വിലക്കനുസരിച്ചിട്ടാണ് ഞാൻ വില കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാറുള്ളത്. കഷ്ടപ്പെടുന്നതിന് നമുക്കും എന്തെങ്കിലും ഒരു പൈസ വേണ്ടേ. അത്യാവശ്യം നല്ല കഷ്ടപ്പാടുണ്ട് കേട്ടോ. സാധനം വാങ്ങി കൊണ്ടുവരലും അരിയലും വെക്കലും പിന്നെ ആളുകൾക്ക് എത്തി അവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് അറിയുന്നത് വരെയുള്ളൊരു ടെൻഷൻ അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ കാറ്ററിങ്ങിൽ ഞാൻ ബിരിയാണി ഓർഡർ കൊടുക്കുന്ന സമയത്ത് ചെമ്പ് മാറ്റും കേട്ടോ. ആ മസാല ശരിക്കും മസാല ഉണ്ടാക്കിയ ചെമ്പ് തന്നെയാണ് നമ്മൾ ദമ്മ് ചെയ്യേണ്ടത്. പക്ഷെ എനിക്കെന്തോ അറിയില്ല, ഒരു കോൺഫിഡൻറ്റ് ഇല്ലാത്ത പോലെയാണ്, അതുകൊണ്ട് ഞാൻ ചെമ്പ് മാറ്റും. അപ്പോൾ അങ്ങനെ ആ മസാല അതിലേക്ക് ചേർത്ത് പിന്നെ അതിൻ്റെ മുകളിൽ സാധാരണ നമ്മൾ ദമ്മിടുന്ന പോലെ തന്നെ ചെയ്യട്ടോ. ഇതിൽ ഞാൻ ബിരിയാണി മസാല അല്ല ഗരം മസാലയാണ് കേട്ടോ ചേർത്തത്. ബിരിയാണി മസാലയ്ക്ക് ഒരു വ്യത്യാസം എന്താ വെച്ചാൽ ഞാൻ അതിൽ മല്ലിയും ചെറിയ ജീരകവും ചേർത്തിട്ടുണ്ടെന്നുള്ളൂ. ബാക്കിയെല്ലാം സെയിമാണ് കേട്ടോ ഗരം മസാലത്ത്. പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി പിന്നെ ഇതാ കുറച്ച് മല്ലിയില വെല്ലുള്ളി ഒക്കെ പൊരിച്ചുണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കുക. അങ്ങനെ 2 ലെയറായിട്ടാണ് കേട്ടോ റൈസ് റെഡിയാക്കി എടുക്കൽ. നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ പൊരിച്ച ആ ഒരു ഓയിലുണ്ടല്ലോ അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളത് പിന്നെ നമ്മൾ ഈ ഒരു നെയ്യും നല്ല നെയ്യും ഒക്കെ കൂടി ഇട്ടിട്ട് ഒന്ന് മൈദ വെച്ചിട്ട് സീൽ ചെയ്തിട്ട് ദമ്മ് ചെയ്യാണ്. വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ.